Hello, hi, dear friends. വെൽക്കം ടു ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്. നമ്മളുടെ ഇറങ്ങുന്നു വെയിലത്തേക്ക്. ഉച്ചയ്ക്ക് 12:15 ഇപ്പോൾ സമയം. ഒരു 12:30 ആകുമ്പോൾ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ലഞ്ച് കടയിലേക്കാണ്. സ്റ്റാച്യൂലാണ് AG's ഓഫീസിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഇടവഴിക്കകത്താണ്. ആ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ പേര് പോലെ ഇടവഴിയായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. പറഞ്ഞുതരാം. ഓക്കെ. തിരക്ക് പിടിച്ച സ്റ്റാച്യു ഏരിയയിലാണ്. ഇതാണ് എൻ്റെ അമ്മ ജോലി ചെയ്തിരുന്ന ഓഫീസാണ്. AG's ഓഫീസ്, അക്കൗണ്ടൻറ്റ് ജനറൽസ് ഓഫീസാണ്. എഫേഴ്സ് ഓഫ് ദ പ്രിൻസിപ്പൽ അക്കൗണ്ടൻറ്റ് ജനറൽ AG's. എത്രയോ ഓർമ്മകളാണെന്ന് അറിയാമോ എനിക്ക് ഈ ഓഫീസുമായി ബന്ധപ്പെട്ട്. അമ്മ ഇവിടെ ആയിരുന്നു, ഡെപ്യൂട്ടി അക്കൗണ്ടൻറ്റ് ജനറലായിട്ടായിരുന്നു റിട്ടയർ ചെയ്തത്. അപ്പോൾ അമ്മയെ കാണാൻ സ്കൂളിൽ നിന്നൊക്കെ ചിലപ്പോൾ വിളിച്ച് ഇവിടെ കൊണ്ടിരുത്തുമായിരുന്നു. അങ്ങനെ സൽക്കാരം ഇടവഴിയിലേക്ക് കയറുന്നു. ഈ ഇടവഴിയിലൂടെ നടന്ന് അകത്തേക്ക് പോകാം. അപ്പോൾ പാർക്കിങ്ങിന് വേറെ പ്രശ്നമില്ല. ഇവിടെ വന്നിട്ട് ഇവിടെ ജുവൽ ഹാട്ടിൻ്റെ ആ ഭാഗത്ത് കുറച്ചപ്പുറത്തേക്ക് അടുത്ത ലൈനിൽ സ്റ്റാച്യൂവിൽ അവിടെ ഇവർക്കൊരു പാർക്കിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞു, ഇവിടെ വരുന്ന വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ. അതായത് സീ ഫുഡ് ഐറ്റംസൊക്കെ ധാരാളമുള്ള ഊണാണ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് കയറുമ്പോഴേ നല്ല പൊരിച്ച മീനിൻ്റെയൊക്കെ മണം. നല്ല രസമുണ്ടല്ലോ ഒരു ലൈനിലൂടെ കിടന്ന് അകത്തേക്ക് കയറും. ഇഷ്ടം പോലെ പുളിഞ്ചിക്ക ബിംബ്ലിക്ക എന്ന് പറയും. തറയിൽ ആർക്കും വേണ്ടാണ്ട് താഴെ തുഴിഞ്ഞു കിടക്കുകയാണ് കംപ്ലീറ്റ്. ഇവിടുത്തെ ആംബിയൻസ് ഉണ്ടോ? വെരി ഡിഫറെൻറ്റ്. ബെഞ്ച്, ഡെസ്ക്. ഓക്കെ, വാവ്, നൈസ്. കൊള്ളാം, അത് നല്ല രസമല്ലേ. ഇവിടെ എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ? ഓ, അത് ശരി. ഓക്കെ, മീൽസ് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഇവിടുത്തെ കോൺസെപ്റ്റ് തന്നെ കണ്ടില്ലേ, ബെഞ്ച്, ഡെസ്ക്, നമ്മളെ സ്കൂളിലൊക്കെ ഇരിക്കുന്ന പോലെ. പക്ഷെ അതല്ല, നമുക്ക് അങ്ങനെ നൊസ്റ്റു ഫീലിംഗ് ഉണ്ടാവില്ലേ? നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ലഞ്ച് ബോക്സൊക്കെ കൊണ്ടുപോയിട്ട് കഴിക്കാറില്ലേ സ്കൂളിൽ? അപ്പോൾ ബെഞ്ചും ഡെസ്കിലൊക്കെ ഇരുന്ന് കഴിക്കുന്ന പഴയ കാലത്ത്. പിന്നെ ഇപ്പോഴേ തിരക്ക് കേട്ടോ. അതായത് 11:30 സ്റ്റാർട്ട് ചെയ്യും, 4:30 വരെ ഉണ്ട്. ഇവിടെ ലഞ്ച് മാത്രമേ ഉള്ളൂ, മീൽസ് ആൻഡ് അത് കഴിഞ്ഞാൽ ബിരിയാണി. ഈ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞു. സൽക്കാരം ഇടവഴി. അപ്പോൾ ഇതിപ്പോഴാണ് ഞാൻ വരുന്നത്. ഇത് ഭയങ്കര തിരക്ക് പിടിച്ച വളരെ നല്ല റിവ്യൂസ് ഉള്ളൊരു റെസ്റ്റോറൻറ്റാണ്. ഇത് പണ്ട് തൊട്ടുള്ളതാണ്. അന്ന് ഇതിൻ്റെ പേര് വ്യത്യാസമുണ്ടായിരുന്നു. ഇതിപ്പോൾ റീബ്രാൻഡ് ചെയ്തിട്ടാണ് സൽക്കാരം ഇടവഴി എന്നായത്. അന്നും ഇടവഴിയായിരുന്നു. പതിമുഖം, മോര്, സംഭാരം, ഫിഷ് കറിയാണോ ഇത്? ഓക്കെ. ഇത് നോർമൽ ഒരു ലഞ്ച് എന്ന് പറഞ്ഞ് ഇവിടെ വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് തുടങ്ങുന്നത് അല്ലേ? ഓക്കെ. ഇത് വെൽക്കം ഡ്രിങ്ക് പോലെ സംഭാരം. ഓക്കെ. മോര്, ഇത് മീൻകറി എല്ലാ മീൽസിലും കാണും. ഓക്കെ. പായസം ഉണ്ടാവും. അപ്പോൾ ആദ്യം ഇതിങ്ങനെ വെക്കും, അത് കഴിഞ്ഞിട്ട് ഇലയിലെ ഊണാണോ? ഓക്കെ ഓക്കെ. മോര് കുടിക്കാം. ഓക്കെ, റെഡിയാവും. അത് എല്ലാ ടൈപ്പ് ഫിഷും ഉണ്ടോ? എങ്ങനെയാണ് അത്? അതവിടെ ലിസ്റ്റ് ഉണ്ടല്ലേ? ഓക്കെ, എല്ലാ ദിവസവും ഉണ്ടാവും. മാംഗ്ലൂർ സ്റ്റൈലിലാണ് ഫിഷ് ഫ്രൈ അല്ലേ? ഓ, കൊങ്കൺ സ്റ്റൈൽ തവ ഫ്രൈ ആണ്. അത് നമുക്ക് കാണാം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കിയാലോ അവിടെ ഹോട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓർഡർ കൊടുത്തിട്ടാണ് തവ ഫ്രൈ ഉണ്ടാകും. ഓക്കെ. ഇത് നെയ്മീൻ, കൊഞ്ച്, അയല, ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് അല്ലേ? ഇത് ആവോലിയുണ്ട്. ഓക്കെ. ഇത് കൊങ്കൺ സ്റ്റൈലാണ് ചെയ്യുന്നത്, മാംഗ്ലൂർ ആ ഒരു. ഇവിടെ എല്ലാം കുറേ ഓർഡേഴ്സ്. ഇത് ചിക്കൻ തോരനുണ്ട്, പിന്നെ ബീഫ് റോസ്റ്റ്. ചിക്കൻ തോരൻ ഇവിടെ മറ്റൊരു സ്പെഷ്യലാണ്. പിന്നെ ബീഫ് റോസ്റ്റ്, പിന്നെ ഇങ്ങനെ ചൂട് പിന്നെ ഫിഷ്, വെളിച്ചെണ്ണ. ഓക്കെ ഓക്കെ. ഓ, അത് ശരി. ഓ, ഏതിൻ്റെയാണത്? ഡാബർ അൻമോൾ സൺഡ്രൈഡ് കോഫി. അതായത് വെയിലത്ത് ചുണക്കി എടുക്കുന്ന കൊപ്ര. ഓക്കെ ഓക്കെ. അതിൽ മാത്രമേ ഉണ്ടാക്കുള്ളൂ. മനസ്സിലായി. ഒരു ചിക്കൻ തോരനും ബീഫ് റോസ്റ്റും വെച്ചേക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് വന്നാൽ ഈ കുട്ടികളൊക്കെ വരുമ്പോൾ ചിക്കൻ വേണോ ചോദിക്കും, അതുകൊണ്ട് മാത്രം ചിക്കൻ തോരൻ ചെയ്യും, പിന്നെ ബീഫ് റോസ്റ്റ്. ഇതെല്ലാം സെക്കൻഡ് ഓർഡർ. അതായത് ഇന്ന് ഓർഡർ ഉണ്ടാക്കുന്നു, ഇന്ന് തീർക്കുന്നു. നാളത്തേക്കൊന്നും ഇല്ല ഇവിടെ. ഇങ്ങനെ ഫ്രീസർ വെക്കുന്ന പരിപാടി ഇല്ല. ഫ്രിഡ്ജ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഈ ഫിഷ് മാരിനേറ്റ് ചെയ്ത് ഈ ഫ്രിഡ്ജിലാണ്. അതെ അതെ, മനസ്സിലായി. കസ്റ്റമറിന് വിസിബിൾ ആണ്. ഓക്കെ ഓക്കെ. കാണാൻ പറ്റുന്ന രീതിയിൽ മാരിനേറ്റ് ചെയ്ത് ഇന്ന് മാരിനേറ്റ് ചെയ്യുന്നതാണ് രാവിലെ അല്ലേ? ഓക്കെ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് മനസ്സിലായി. ഓക്കെ ഓക്കെ. അതെ 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 അതെ. സീ ഫുഡ് ആയതുകൊണ്ട് എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. ഓക്കെ.
ഇത് കണ്ടോ മാറിനേറ്റ്, ഇതിപ്പോൾ ആവോലി ഉണ്ട്, കറുത്ത ആവോലി. വെളിച്ചെണ്ണ നോക്കിയേ, അത് പ്യുവറായിട്ടുള്ള ഈ ബ്രാൻഡ് മാത്രമേ അവർ ഉപയോഗിക്കുന്നുള്ളൂ. കൊപ്രയിൽ നിന്ന് ഉണ്ടാക്കണേ സൺഫ്രൈ. ഇത് ഇവർക്കൊരു പരസ്യമാവും. ഡാബർ അൻമോൾ ഗോൾഡ് ഇവരുടെയാണ് ഈ ഒരു ഒറിജിനൽ കൊപ്രയിൽ നിന്നുണ്ടാകുന്ന വെളിച്ചെണ്ണ. ഇത് നോക്കിക്കോളൂ. അപ്പോൾ രാവിലെ തന്നെ ഫ്രഷ് ഫിഷ് വരുമ്പോൾ മാറിനേറ്റ് ചെയ്ത് ഇവിടെ കാണാൻ പറ്റുന്ന രീതിയിൽ ഫ്രിഡ്ജിലാണ് വെച്ചിരിക്കുന്നത്. കാര്യം പുറത്ത് വയ്ക്കാണ്ടിരിക്കാൻ വേണ്ടി. എന്നിട്ട് ആവശ്യം ഓർഡർ അനുസരിച്ച് അവർ വറുത്ത് കൊടുക്കുന്നു. അതിമനോഹരമായ മണം. ഞാൻ പറഞ്ഞില്ല ഇടവഴിയിൽ നിന്ന് കയറിയപ്പോഴേ മണം. പിന്നെ അത് നോൺ വെജ് ആയിട്ട് എല്ലാം സീ ഫുഡാണ്. നോൺ വെജ് ആയിട്ടുള്ളത് ചിക്കൻ തോരനും ബീഫ് റോസ്റ്റും. പിന്നെ ഇന്നത്തെ ഫിഷ് എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ഉണ്ടാവും. നോൺ വെജ് മീൽസ് 170 രൂപയാണ് നോൺ വെജ് മീലിന് അവർ ചാർജ് ചെയ്യുന്നത്. പാഴ്സലാണെങ്കിൽ 200, നെയ്മീന് 490, ആവൂലി 340, വിളമീൻ 340 or 320, അയലയ്ക്ക് 170, തിരയ ഓക്കെ 440, കൊഴിയാളയ്ക്ക് 130, നെത്തോലി 110, ചെമ്മീൻ 300. അത് ഓരോ ദിവസത്തെ സീസണലായിട്ടുള്ള പ്രൈസിംഗ് ആണ്. ചിക്കൻ തോരൻ 180, പോത്തുലർത്തിയത് 180. ഇതാണ് ഇന്നത്തെ മെനുവിലുള്ള പ്രധാന കാര്യം. അപ്പോൾ തവ ഫ്രൈ ഒക്കെ ചെയ്യുന്നതിൻ്റെ പ്രോസസ്സൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇത് എപ്പോഴും ഈ സീ ഫുഡ് കടകളിൽ അവർ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ, അത് ഇവർ പാലിക്കുന്നുണ്ട്. ഫ്രഷ് ഫിഷ് മാത്രമേ ഉള്ളൂ. ബാക്കി വരുന്ന ഒന്നും നാളത്തേക്കെന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. ഒരു ഇലയ്ക്ക് 170 ആണ് നോൺ വെജ് മീൽസിന് അവർ ചാർജ് ചെയ്യുന്നതെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് കൊടുക്കും. ഒരു ഫിഷ് കറി എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ വരുന്നതാണ്. ദാറ്റ് ഈസ് ഒരു ചൂരയുടെ പീസ് ഉണ്ടാവും, പിന്നെ ഗ്രേവി. ഇത് 7 ദിവസവും 7 ടൈപ്പ് ഓഫ് ഫിഷ് കറിയാണ് ഉണ്ടാക്കുന്നതാണ്. ഒരു ദിവസം മുളക് കറിയാണെങ്കിൽ, ഒരു ദിവസം തേങ്ങ അരച്ച കറി, ഒരു ദിവസം തേങ്ങ പാലിൻ്റെ കറി, അങ്ങനെ ഇങ്ങനെ മാറി മാറി പല ടൈപ്പ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 8 തൊടുകറിയും ഉണ്ടാവും. വിലയില ഊണാണ്. പിന്നെ ഒഴിക്കാനായിട്ട് പരിപ്പ്, സാമ്പാർ, രസം, മോര്, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പപ്പടം, നിറച്ച് ഭക്ഷണം കഴിക്കാം. അത് കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് പിന്നെ മീൻ നമ്മൾ ഓർഡർ ചെയ്യുന്നതനുസരിച്ച് ഏതാണോ അതനുസരിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് കൈ കഴുകി പോകുമ്പോൾ കൊല തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഇഷ്ടമുള്ള അത്രയും പഴം കഴിച്ചിട്ട് പോകാമെന്ന് പറയുന്നത്. അൺലിമിറ്റഡാണ്. ഇതൊരു നല്ല കോൺസെപ്റ്റാണ്. ആവശ്യം പോലെ സപ്ലൈ ചെയ്യാൻ ആൾക്കാരുണ്ട്, അതുകൊണ്ട് ആ ഒരു പ്രശ്നം വരുന്നില്ല. യെസ്, ഇഞ്ചിക്കറി ഇന്നത്തെ സ്പെഷ്യൽ. ഇന്ന് 7 തൊടുകറി, 8 തൊടുകറിയാണ് അല്ലേ? 8 ഇഞ്ചിക്കറി, നാരങ്ങ, ഓക്കെ, ബീട്രൂട്ട് കിച്ചടി, ഒരു വറുത്ത മുളക്, 2 മുളക്, ഓക്കെ, പപ്പടം, തോരൻ. എന്ത് തോരനാണ് ഇന്ന്? കൂമ്പാണോ? ഓ, വാഴക്കൂമ്പ് തോരൻ. ഓ, വെരി ഓർഗാനിക് സാധനങ്ങളാണല്ലോ. ഫൈബർ. ഇത് നമ്മുടെ അച്ചിങ്ങ പയർ മെഴുക്ക് വരട്ടി, ഓക്കെ, അവിയൽ, കപ്പ. ഓ, കപ്പയും ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. കപ്പ ഉടച്ചതും, നല്ല വെന്ത ചമ്പാവരി ചോറ്, ഫ്രൈഡ് റൈസ്, ഇച്ചിരി മതി, കുറച്ച് പരിപ്പ്. അപ്പോൾ ഒരു നല്ല സദ്യ കഴിക്കുന്ന പോലെയാണ്. അതിൻ്റെ കൂടെ ഫിഷും കൂടി കഴിക്കുന്നു കുറച്ച്. ഇത് സാധാരണ പോലെയല്ല, നമ്മൾ വീടുകളിൽ ചെയ്യുന്ന പോലെ പയർ വറുത്ത് പിളർന്ന് ഉണ്ടാക്കുന്ന നാടൻ പരിപ്പ് കറി. ഫിഷിൻ്റെ കാര്യങ്ങൾ ഇത് നെമ്മീൻ. ദിസ് ഈസ് പോത്ത് റോസ്റ്റ്. ഞാൻ കഴിക്കാത്ത കാര്യമാണ്, കുഴപ്പമില്ല. ഇത് ആവോലി ഫ്രൈ, ചിക്കൻ തോരൻ, ഓക്കെ, ഇത്രയും കാര്യം. ഇനി നമുക്ക് കൊഞ്ച് ഫ്രൈയും പിന്നെ കൊഞ്ച് ഫ്രൈ ആണല്ലോ പിന്നെ വരുന്നത് അല്ലേ? ഇന്ന് നെത്തോലി ഇല്ലല്ലോ. ഉണ്ടോ? നെത്തോലി ഉണ്ട്. ഓക്കെ. പപ്പടം, പരിപ്പ്. ശരിക്കും നമ്മുടെ നാടൻ വീടുകളിൽ ഉണ്ടാക്കുന്ന പരിപ്പും. ഓ, ഇതൊക്കെ ഇങ്ങനെ കടകളിൽ കിട്ടുന്ന അപൂർവമാണ്. യെസ്. നമ്മുടെ വീട്ടിലും ഞാനൊക്കെ സാധാരണ ചെയ്യുന്നതിൻ്റെ അതേ ടേസ്റ്റ് വന്നിട്ടുണ്ട്. സാധാരണ നമ്മളെ വീട്ടിൽ ചെയ്യില്ല. സെയിം പരിപ്പ്. ഗംഭീരം. സദ്യയുടെ കൂട്ടങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. നാരങ്ങ, ഇഞ്ചിക്കറി. ഒരു ഓണസദ്യ കഴിക്കുന്ന ഫീലും ഉണ്ട്. അതോടൊപ്പം മറ്റു കാര്യങ്ങൾ. പിന്നെ ഇവിടുത്തെ സാമ്പാറും വ്യത്യസ്തമാണ്. ബാക്കിയെല്ലാം ട്രിവാൻഡ്രം സ്റ്റൈലാണെങ്കിലും സാമ്പാർ വറുത്തരച്ച സാമ്പാറാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ടേസ്റ്റിയാണ്. ബീട്രൂട്ട് കിച്ചടി ഈസ് ഗുഡ്. കൂമ്പ് തോരനൊക്കെ വീടുകളിലല്ലേ കിട്ടുള്ളൂ. സാമ്പാറാണോ? കുറച്ചാണോ? അതാണോ? വളരെ അതിശയമായി എനിക്ക്. ഇച്ചിരി. ഇത് വറുത്തരച്ച സാമ്പാർ അല്ലേ? സാമ്പാർ ഞാൻ കഴിക്കാത്ത ആളാണെങ്കിലും വറുത്തരച്ച സാമ്പാർ ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഓക്കെ. അടിപൊളി. അയ്യോ, ഗംഭീരം. സാമ്പാർ ലവേഴ്സിന് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ. ഈ മെഴുക്ക് വരട്ടിയൊക്കെ നോക്കിയേ, നല്ല വെളിച്ചെണ്ണയിൽ നല്ല ഒന്നാം തരം മെഴുക്ക് വരട്ടി. അച്ചിങ്ങ, അവിയൽ, ടിപ്പിക്കൽ ട്രിവാൻഡ്രം സ്റ്റൈൽ. കാണുമ്പോൾ തന്നെ അറിയാം. സൂപ്പറായിട്ടുള്ള അവിയൽ.
ഓ വെരി നൈസ്. ഒരു നല്ല ഒന്നൊന്നര ഊണ് കേട്ടോ. വെജിറ്റേറിയൻ ഊണെന്ന് പറഞ്ഞാൽ അതിഗംഭീരം. മീനൊന്നും ഇല്ലാണ്ട് കഴിക്കാം, പക്ഷേ അതിൻ്റെ കൂടെ ഒരു ഫിഷ് കറി കിട്ടും. എൻ്റെ ഫേവറേറ്റ് ഫിഷ് മാത്രം ഞാൻ എടുത്തു, അയല. കഴിച്ച് നോക്കട്ടെ. മസാല വളരെ സ്പെഷ്യലാണ് ഇവരുടെ, കൊങ്കൺ സ്റ്റൈലാണെന്ന് പറഞ്ഞല്ലോ. ഗംഭീരം, നല്ല ഫ്രഷ് ആയിട്ടുള്ള അയില, സൂപ്പർ മസാല. അപ്പോൾ എല്ലാ മീനിനും ഈ സെയിം മസാലയാണ് അവർ ഉപയോഗിക്കുന്നത്. തവ ഫ്രൈ ആകുമ്പോൾ ശരിക്കും നല്ല മസാല പിടിക്കും. ഈ ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ കുറേ എല്ലാം ആ എണ്ണ കൊണ്ടുപോകും മസാല. ഇതാണ് നല്ലത് എപ്പോഴും തവ ഫ്രൈ. വെരി നൈസ്. നെത്തോലി ഫ്രൈ വന്നു. ഓ, ഞാൻ നെത്തോലി ഫ്രൈ കാണുമ്പോൾ എല്ലാം വിഷ്ണുവിനെ ഓർമ്മിക്കും. അയ്യോ പോനെ, അവൻ്റെ ഫേവറേറ്റ് അല്ലേ. ഇവിടുത്തെ നെത്തോലി ഫ്രൈ ഡിഫറെൻ്റ് ആണെന്നാണ് പറയുന്നത്. അതായത് ഡിഫറെൻറ്റാണ്, ഇതിൻ്റെ മസാല ഇസ് ഡിഫറെൻറ്റ്. രക്ഷയില്ലല്ലോ ദൈവമേ. ഇതും തവയിലാണ് കേട്ടോ. തവ ഫ്രൈ ഫിഷിൻ്റെ ഗുണം എന്താ വെച്ചാൽ നല്ല ജ്യൂസി ആയിരിക്കും. അത് ഡ്രൈ അങ്ങനെ ഉണങ്ങിപ്പോയില്ല. മറ്റേ വറുത്ത് കോരുമ്പോൾ ചിലരൊക്കെ ഒരുപാട് മൂപ്പിക്കുമ്പോൾ അതങ്ങോട്ട് ഉണങ്ങിപ്പോവും. പിന്നെ ഒമേഗ 3 ഏറ്റവും കൂടുതൽ ഫിഷിലുള്ളത് അതിൻ്റെ ഔട്ടർ ലെയറിലാണ്. അപ്പോൾ അത് ഓവർ എക്സ്പോഷറായി ഒരുപാട് നേരം ഫ്രൈ ചെയ്യുമ്പോൾ അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകുമെന്നാണ് പറയുന്നത്. ഇതാകുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അത് അത്രയും മനോഹരമായിട്ട് നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റും. ഹെൽത്തിയാണ്. അതിൻ്റെ ഒരു ദോഷം എന്താണെന്ന് വെച്ചാൽ തവ ഫ്രൈ ആണെങ്കിൽ കേടായ മീനാണെങ്കിൽ അപ്പോൾ തന്നെ അറിയാൻ പറ്റും കഴിക്കുന്നവർക്ക്. അത് ദോഷമല്ല, നല്ലതാണ് കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം. അല്ല, ആ ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇവിടെ ഇഷ്ടംപോലെ IT മേഖലയിലുള്ളവരും അല്ലാത്ത ഓഫീസ് ഗോവേഴ്സും ഫാമിലിയും ഒക്കെ വരുന്ന നല്ല തിരക്കാണ് കേട്ടോ. എത്ര പൈസ കൊടുത്താലും നല്ല ഫുഡ് കിട്ടുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല പൈസയും കൊടുത്ത് നല്ല ഫുഡ് കിട്ടിയില്ലെങ്കിൽ അത് മോശമല്ലേ. പക്ഷേ ഇത് ഗംഭീരം, പറയാതിരിക്കാൻ വയ്യ. ഈ തവ സ്റ്റൈൽ ഫ്രൈ അത് സാധാരണ മസാലയല്ല, ഇറ്റ് ഈസ് മാംഗ്ലൂർ സ്റ്റൈൽ. കൊഞ്ച് ഫ്രൈ. ഓ മൈ ഗോഡ്, ഇതും ഭയങ്കരം, കണ്ടിട്ട് തന്നെ അറിയാം. വെരി ജ്യൂസി. ഉച്ചയ്ക്കുള്ള ഭക്ഷണം അടിപൊളിയായാലോ. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു കേട്ടോ ഈ റെസ്റ്റോറൻറ്റ്. പറയാൻ വാക്കുകളില്ല. ആ കപ്പയും കൂടി ചേർത്ത് ഫിഷ് കറി, ചോറ് പോരാ. അത് ചോറ് തികയില്ല, മറ്റേ കറികൾ ഒഴിച്ചിട്ടേ. ഇന്നത്തെ സ്പെഷ്യൽ കറി ഇതാണ്. ഇത് മാങ്ങയിട്ട കറിയാണ്. ഒരു ചൂരയുടെ പീസ് മാങ്ങയിട്ട കറിയാണ് തോന്നുന്നു. അതും സൂപ്പർ. ഓ, എല്ലാം ഭയങ്കര രസം കേട്ടോ ടേസ്റ്റ്. കപ്പ ഞാൻ കുറച്ചെടുത്തു, വളരെ ഇച്ചിരി കൂടെ ലൂസാക്കിയാണ് ചെയ്തത്. ലൂസാക്കി പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും അല്ലേ. ലൂസായിട്ടുള്ള കപ്പ ഡൈജസ്റ്റ് ചെയ്യാൻ എളുപ്പമെന്നാണ് പറയുന്നത്. ആ കപ്പയും ഫിഷ് കറി കോംബോ. കുറച്ച് കപ്പയും കൂടി എടുക്കുകയാണേ. മതി 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 മതി. എരിശ്ശേരി പോലെയാണ് കപ്പ. ഓക്കെ, എരിശ്ശേരി മോഡലല്ലേ, കുറച്ച് ലൂസായിട്ട്. യാ, ഇതൊന്ന് മാങ്ങയിട്ട കറിയാണോ? മാങ്ങയിട്ടാണോ ചെയ്തത്? ആണെന്ന് തോന്നുന്നു. തേങ്ങ അരച്ച, അതെ അതെ. ശരിക്കും ഞാൻ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ, രക്ഷയില്ല. ഞാൻ എന്തുകൊണ്ട് ഇവിടെ നേരത്തെ വന്നില്ല എന്നാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് സോ നൈസ്. നല്ല ഒത്തൻറ്റിക്, നല്ല നാടൻ ഫുഡ് കഴിക്കാൻ ബെസ്റ്റ്. നല്ല സീ ഫുഡും നല്ല വെജിറ്റേറിയനും ഹെൽത്തി. അവിയൽ, കൂമ്പ് തോരൻ, അച്ചിങ്ങ, മെഴുക്കുവരട്ടി എല്ലാം നമ്മുടെ ഹോം മെയ്ഡ് ഫുഡിൻ്റെ അതേ ടേസ്റ്റ്. ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്ന ഫീലല്ല. ഇച്ചിരി ചോറും കൂടി ഇട്ടു, കാര്യം തികയില്ല അല്ലെങ്കിൽ കറിയിൽ. കുറച്ച് പുളിശ്ശേരി. ഓക്കെ, ഇവരുടെ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്നുള്ളത് ഇവർക്ക് നിർബന്ധം. എൻ്റെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ പറഞ്ഞത്. മാഡത്തിനൊരു അഭിപ്രായം അറിയണം ഇവിടുത്തെ ഫുഡിനെ കുറിച്ച്, ഓരോ ഐറ്റം. അതുകൊണ്ട് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന്. സൂപ്പർ, നല്ല പുളിശ്ശേരി. സാധാരണ സീ ഫുഡെല്ലാം കണ്ടു കഴിഞ്ഞാൽ വെജിറ്റേറിയൻ മാറ്റി വയ്ക്കും അല്ലേ. പക്ഷേ ഇവിടുത്തെ വെജിറ്റേറിയൻ കഴിക്കാൻ തോന്നുന്നു വീണ്ടും വീണ്ടും. ഇത് ഇവരുടെ രസം. ഓക്കെ, അതും ഗംഭീരം, ഒന്നും പറയാനില്ല.
ഓരോ ഐറ്റവും ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്ത് തന്നെ ഞാൻ പറയുകയാണ്. എവറിത്തിങ് ഇസ് ഗുഡ്. നിങ്ങൾ വരിക കഴിച്ചു നോക്കുക. നല്ല ഫുഡ് കഴിക്കാൻ നമ്മളിന് എത്ര രൂപ മുടക്കിയാലും കുഴപ്പമില്ല, എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ പതുക്കെ കഴിച്ച് തീർക്കാം. ലാസ്റ്റ് പായസം എന്തായാലും ബർമസിലിയാണിത്, മാറിയാണ്. ആൻഡ് വേറൊരു കാര്യം അവർ പറഞ്ഞത്, പുളിശ്ശേരി ഇന്ന് പഴം പുളിശ്ശേരിയായിരുന്നു, പൈനാപ്പിൾ പുളിശ്ശേരി, മാറി പല ടൈപ്പ് പുളിശ്ശേരിയാണ് ഉണ്ടാകുന്നത്. ഫിഷ് കറിയും മാറിയാണ് ചെയ്യുന്നത്. ഓക്കെ, കഴിച്ചു തീർക്കട്ടെ. അങ്ങനെ വളരെ ഗംഭീരമായൊരു ലഞ്ച് കഴിച്ചിട്ട് നല്ലൊരു സീ ഫുഡ് ലഞ്ച്, നല്ലൊരു ഫിഷ് കറി മീൽസ് എന്ന് പറയാം, അല്ലെങ്കിൽ നല്ലൊരു നാടൻ സദ്യ കഴിച്ചു എന്ന് പറയാം. അതിനോടൊപ്പം കുറേ നല്ല ഫിഷ് ഫ്രൈയും ഒക്കെ ആയിട്ട് ഗംഭീരം, നല്ലൊരു കോൺസെപ്റ്റ്. ഇവിടെ വരുന്ന ആൾക്കാരുടെ പ്രൊഫൈലും അതുപോലെ തന്നെയാണ്. നല്ല ഉദ്യോഗസ്ഥരാണ് കൂടുതൽ ഞാനിവിടെ നോക്കുമ്പോൾ കാണുന്നത്. എല്ലാവരും ഉച്ചയ്ക്ക് വന്ന് കഴിച്ചിട്ട് പോകുന്ന സ്ഥലം. പിന്നെ ഇത് അതിനെ കാട്ടി പോകുന്ന വഴിക്ക് നമുക്ക് പഴം, ഏത് പഴം വേണമെങ്കിലും സെലക്ട് ചെയ്യാം, ഒന്നിൽ കൂടുതൽ വേണമെങ്കിലും എടുക്കാം, അൺലിമിറ്റഡ്. ഇത് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല അല്ലേ ഈ ഒരു കോൺസെപ്റ്റ്. സ്വന്തമായിട്ട് പഴം കഴിച്ചിട്ട് അറിയുമോ? ഓക്കെ, താങ്ക് യു. വെയിറ്റിംഗ് സ്പേസ് ഉണ്ടല്ലേ? ഓക്കെ. നോക്ക്, പുറത്ത് തിരക്ക് കൂടുമ്പോഴത്തേക്ക് ഇരിക്കാനായിട്ട് ആൾക്കാർ വെയിറ്റിംഗ് ആണെങ്കിലും നല്ല ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് പുറത്ത്. ഗംഭീരം, പറയാതിരിക്കാൻ പറ്റില്ല. ഇറ്റ്സ് വെരി നൈസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. തീർച്ചയായിട്ടും. ഇത് സ്വിഗ്ഗിയിലൊക്കെ ഉണ്ടോ? സ്വിഗ്ഗിയിലുണ്ട്. ചൂടായിട്ട് ഇവിടെ വന്ന് കഴിക്കുന്നതിൻ്റെ ആ ടേസ്റ്റ് അതെ ഈ ടേസ്റ്റ് വരില്ല. അപ്പോൾ വന്ന് കഴിക്കാം, പാർസൽ എടുക്കുന്നതിനെക്കാട്ടി ബെറ്റർ അതാണ്. നല്ല ചൂടായിട്ട് ഗംഭീരമായിട്ട് ഫിഷ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കഴിക്കാം. അടിപൊളി മസാല. ആൻഡ് വെജിറ്റേറിയൻ പറയാനില്ല, കറികളെല്ലാം ഒന്നിനൊന്നും വെച്ച് എല്ലാം ഒരുപോലെ നല്ലത്. സന്തോഷമായിട്ട് 4 മണി വരെ ഉണ്ടാവുള്ളൂ അല്ലേ? ഒരു 11:30 തുടങ്ങും. ആ സമയത്തൊക്കെ വന്നാൽ കുറച്ചുകൂടെ തിരക്ക് കുറഞ്ഞ് കഴിക്കാം. ഇപ്പം മണി എത്രയായി? 1:30 തിരക്കായി. ഇനി ഒരു 3:30 മണി വരെ ഈ തിരക്കായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, പോയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. ഞാൻ ഇനി ഇടവഴിയിലൂടെ നടന്ന് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ വന്നിട്ടില്ലാത്തവർ വരാൻ പറ്റിയൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. നാടൻ ഭക്ഷണം, സ്വാദുള്ള ഭക്ഷണം, ഫ്രഷ് ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ അടിപൊളി ഭക്ഷണമൊക്കെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ ട്രാവൽ വ്ളോഗ്സ്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ